ഇന്നത്തെ ഈ വീഡിയോയിൽ ബോൾട്ട് എർത്ത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ 2-വീലർ വാഹനം ചാർജ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ബോൾട്ട് എർത്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ മൊബൈലിൽ കിടക്കുന്ന ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം OTP വരും. ആ OTP ഇതിൽ അടിക്കുക. OTP ആയതിനു ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുത്ത് നിങ്ങളുടെ പേരും റെഫറൽ കോഡും ഇവിടെ ടൈപ്പ് ചെയ്യുക. റെഫറൽ കോഡ് ഞാൻ കൊടുക്കുന്ന റെഫറൽ കോഡ് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 50 രൂപയുടെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ഈ കാണുന്ന റെഫറൽ കോഡ് ഉണ്ടല്ലോ SANJ4763 എന്നത് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ 50 രൂപ ക്യാഷ് ബാക്ക് കയ്യോടെ കിട്ടും. ഇതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ എയ്തർ ആയതുകൊണ്ട് ഞാൻ എയ്തർ വെഹിക്കിൾ സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും വെഹിക്കിൾ പേരും പിന്നെ ആരുടെ പേരായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആഡ് വെഹിക്കിൾ ആക്കുമ്പോൾ അപ്പോൾ തന്നെ അവർ ഒരു ചെറിയൊരു വീഡിയോ പോലെ കാണിക്കും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വെഹിക്കിൾ ചാർജ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതേ വീഡിയോ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിൽ സ്കാൻ QR കോഡിൻ്റെ ആ ഒരു ഇതിൽ അമർത്തി അതിനുശേഷം എൻ്റെ ലൊക്കേഷൻ അലോ കൊടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ഏത് ചാർജിങ് സ്റ്റേഷനാണെന്ന് ഞാൻ നോക്കി. ഇപ്പോൾ റെഡിൽ കാണിക്കണതൊക്കെ ഓൾറെഡി ഒരാൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കണു എന്നാണ് അർത്ഥം. പിന്നെ അതേപോലെ ഇത് ഗ്രീനിൽ കാണിക്കുകയാണെങ്കിൽ അത് അവൈലബിൾ ആണെന്നാണ് അർത്ഥം. ഇപ്പോൾ ഈ ഒരു ചാർജർ ഇൻ യൂസിലും ആയതുകൊണ്ട് ഞാനൊരു 4:45 ശേഷം പോയിട്ട് ചാർജ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് അവൈലബിൾ അറ്റ് 4:45. ഇതിന് മുന്നേ പോയിട്ട് അവിടെ നിന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അവരുടെ ചാർജിങ് സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാർജ് ചെയ്ത് തുടങ്ങാൻ പറ്റുകയുള്ളൂ. പക്ഷേ ചിലർ ഈ 1 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ബുക്കിംഗ് ഒക്കെ നടത്തിയാലും ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെ ചാർജിങ് സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് മുന്നേ ഇതിൽ ചെക്ക് കമ്പാറ്റിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിക്കണതെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പോൾ ചില വെഹിക്കിൾസ് ഒന്നും ഇതിൽ സൂട്ടബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ചിലതൊക്കെ സൂട്ടബിൾ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ഇപ്പോൾ ഏതർഡി മോലയുടെ മാത്രമാണ് കൊടുത്തേക്കണത്. എന്നാലും ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടികളുണ്ടല്ലോ, ഇപ്പോൾ വീഡയുടെ അതേപോലെ സിമ്പിൾ വണ്ടി, പിന്നെ ഈ ഒരു ടൈപ്പ് 6 ടൈപ്പ് 7 പാകാവുന്ന ചാർജേഴ്സ് അതും ചാർജ് ആവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കമ്പാറ്റിബിലിറ്റിയിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ പോകണമെന്നില്ല. പിന്നെ അതിൽ ലിസ്റ്റിൽ ഷോ കാണിക്കുന്നില്ല, മീൻസ് ലിസ്റ്റിൽ പേര് കാണിക്കുന്നില്ലല്ലോ. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ചാർജ് എടുക്കുമോ ഇല്ലേ എന്നുള്ളത് ഡൗട്ട് വേണ്ട. നമ്മുടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടൈപ്പ് 6 ഓർ ടൈപ്പ് 7 രണ്ട് ചാർജറും അവൈലബിൾ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാർജർ ടൈപ്പ് 6 ആണെങ്കിലും 7 ആണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം. വണ്ടി ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ വന്നിട്ട് ചാർജ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ടൈപ്പ് 7 ആയ കാരണം ഞാൻ ടൈപ്പ് 7ൻ്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ ചാർജിങ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ QR കോഡ് സ്കാൻ ആവാത്തത് കാരണം ഞാൻ മാനുവലി ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വേറെ ഒരാൾ ചെയ്തപ്പോൾ അവരുടെ ആയി, എൻ്റേതായില്ല. ഇനി എൻ്റേതിൽ ഞാൻ മാനുവലി പേര് കൊടുത്തിട്ടാണ് ചാർജ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ അടിയിൽ എൻ്റർ ബോൾട്ട് എർത്ത് IDയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആ എഴുതിക്കണ നമ്പർ ഉണ്ടല്ലോ അതേ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. QR കോഡിൽ ഒരു നമ്പർ ഉണ്ട്, അതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം L1DC എന്ന് പറഞ്ഞിട്ട് നമ്പർ. ഈ ഒരു നമ്പർ ഇതിൽ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ നമ്പർ അടിച്ചിട്ട് ഇതിൽ കണക്റ്റ് എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷം എൻ്റെ ചാർജർ സെർച്ചിങ് ചെയ്യുകയാണ്. ഇനി ഇതിൽ ഷോ ചെയ്യും നിങ്ങൾക്ക് എത്ര നേരമാണ് കുത്തേണ്ടത്, എത്ര രൂപ കൊടുത്തിട്ടാണ് കുത്തേണ്ടതെന്ന്. ഇപ്പോൾ ഞാൻ ചാർജർ പ്ലഗ് ചെയ്തതിന് ശേഷം എൻ്റെ ആപ്ലിക്കേഷനിൽ ഞാൻ നോക്കി എനിക്ക് എത്ര നേരത്തെ കൊണ്ടാണ് എനിക്ക് ഫുള്ളാവുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ എത്രയാണ് പെർസെൻറ്റേജ് കിടക്കുന്നത് അതനുസരിച്ച് വേണം നമുക്ക് ടൈം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് സെലക്റ്റഡ് ചാർജിങ് ടൈം വിൽ ആഡ് 14% ടു സോക്ക് ടു യുവർ വെഹിക്കിൾ
ഇപ്പം ഞാൻ എൻ്റെ മാക്സിമം ടൈമിനെക്കാട്ടും കുറവാണ് ഉപയോഗിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടിയിലേക്ക് വരുമ്പോൾ പേ ചെയ്യാനാണ് വരിക. അതിലൊരു 50 റുപ്പീസ് എനിക്ക് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു മറ്റേ റെഫറൽ കോഡ് ഉപയോഗിച്ച കാരണം എനിക്ക് 50 രൂപ ഫ്രീ ആയിട്ട് അവർ തരും. അപ്പോൾ അതേ ഞാനിപ്പോൾ ബുക്കിംഗ് ചെയ്യാൻ പോവാണ്. എൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98 രൂപയാണ്. അപ്പം ഞാനിപ്പോൾ അടയ്ക്കാൻ പോണ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തരാം. ആദ്യം ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് അടിച്ചിട്ടില്ലെങ്കിൽ ആ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക. അതിന് ശേഷം ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ 98 രൂപയാണ് ചാർജ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പേ ചെയ്യുമ്പോൾ അതിൽ എഴുതിയേക്കണത് 48 രൂപ പേ ചെയ്താൽ മതിയെന്ന്. എന്താണെന്ന് വെച്ചാൽ വാളറ്റിൽ 50 രൂപ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ആ റെഫറൽ കോഡ് ഉപയോഗിച്ച കാരണമാണ് എനിക്ക് കിട്ടിയത്. ഇതിപ്പോൾ എവിടെയാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ചാർജ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു റെഫറൽ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 രൂപ ക്യാഷ് ബാക്ക് ഉടൻ കിട്ടും. അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിത് കേരളത്തിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്, തമിഴ്നാട്ടിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്, അസം വരെ പോയിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചാൽ പോരാ, നമ്മൾ ആദ്യത്തെ ഒരു ബുക്കിംഗ് ചാർജും ചെയ്യേണ്ടി വരും. ഇതേപോലെ ഇപ്പോൾ പേ ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ചെയ്താൽ മാത്രമാണ് നമുക്ക് 50 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഷെസൻ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൽ റെഡി ടു ചാർജ് 1 hour 9 minutes എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വെഹിക്കിൾ ചാർജ് ആവാൻ തുടങ്ങും. പക്ഷേ അതിന് മുന്നേ വെഹിക്കിൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കാൻ. ഇപ്പം ഞാൻ പ്ലഗ് ഇൻ ചെയ്ത കാരണം ഞാൻ സ്റ്റാർട്ട് ചാർജിങ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തന്നെ അതിൽ കാണിക്കണു ടു ചാർജ് ടേൺ ഓഫ് ദ കീ. ഞാനിപ്പോൾ കീ എൻ്റെ ഓഫാക്കിയിട്ട് വെച്ചു. എന്താ കണ്ട ചാർജിങ് നൗ. ഫാസ്റ്റ് ചാർജാണ് നടക്കുന്നത്, സ്ലോ ചാർജ് അല്ല. എല്ലാ വെഹിക്കിളിനും ഫാസ്റ്റ് ചാർജ് തന്നെയാണ് നടക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇപ്പോൾ 1 hour 9 minutes ബുക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ എനിക്കൊരു എമർജൻസി വന്നു, ഞാൻ 10 മിനിറ്റിൽ തന്നെ പോവുകയാണ് ഇന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ എനിക്ക് 10 മിനിറ്റ് വേണ്ടു, ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്തോളാം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ എൻ്റെ ബുക്കിംഗ് കൊടുത്താൽ മതി. നമ്മുടെ പൈസ പോവുകയൊന്നുമില്ല. ആ പോയ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ, വാളറ്റിലേക്ക് തന്നെ തിരിച്ച് കയറും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 മിനിറ്റ് ചാർജ് ചെയ്തു. 2 മിനിറ്റ് ചാർജ് ചെയ്തതിന് ശേഷം എൻ്റെ 48% ഇപ്പോൾ ചാർജ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ ബുക്കിംഗ് കൊടുക്കുകയാണ്. എൻ്റെ ബുക്കിംഗ് കൊടുത്തതിന് ശേഷം ചാർജിങ് നിന്നു കേട്ടോ. ഇനി ഇതിലെ ബാലൻസ് ഞാൻ മൈ അക്കൗണ്ടിൽ പോയിട്ട് മുകളിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് അതിൽ കിടപ്പുണ്ടാവും. പോവുകയൊന്നുമില്ല. ഇനി അത് ഡിലേ ആവായിരിക്കാം കേട്ടോ. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഡിലേ വരാം. ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഡിലേ വരാറുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൈസ നമുക്ക് തിരിച്ചെന്തായാലും കിട്ടും. ഇത് കണ്ട എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 95 രൂപ 37 പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിയ ഒരു 50 രൂപയും പ്ലസ് 48 രൂപ ഞാൻ ഗൂഗിൾ പേയിൽ ഇട്ട ആ പൈസയും കൂടിയിട്ടുള്ളതിൽ 2 മിനിറ്റിൻ്റെ ചാർജിൻ്റെ പൈസ കട്ട് ചെയ്തിട്ട് ബാക്കി എൻ്റെ അക്കൗണ്ടിൽ ആ ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ ചാർജ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. EV വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.